Dikaris, get ready for a mega mission. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എണ്ണ വിറ്റ് കാശുണ്ടാക്കുന്ന കുറച്ച് പഴനിയിലുള്ള കച്ചവടക്കാരെ കാണാനായിട്ട് നമ്മൾ ഇത് വർക്കൗട്ട് ആവൂ? ഫിറോസ് ഖാൻ നിങ്ങളെ ഫോട്ടോ വെച്ച് പഴനിയിൽ വൻ കച്ചവടം നടക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടായിരുന്നു. എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികൾ ഈ ഹൈദരാബാദിൽ ഇവറ്റകൾ സ്വയം തരില്ല എന്ന് വെച്ചാൽ മാസ്ക് കിട്ടിട്ട് ഒരു ഫുൾ ജാർ സോഡ തരുമോ ചോദിക്കും ആദ്യത്തെ. സമയം കളയണ്ട, ഓപ്പറേഷൻ തുടങ്ങാം. നിന്റെ ഇഷ്ടം. മാസ്ക് കിട്ടിട്ട് ഒരു ഫുൾ ജാർ സോഡ തരുമോ ചോദിക്കും ആദ്യത്തെ. അവരെന്താ റിയാക്ഷൻ നോക്കാം. നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ മലേ ഇല്ല. ആരാ? വെറുതെ അല്ല, ഇത് ഞാനാണ്. അക്ക എന്റെ ഫോട്ടോ ആരക്ക അറിയില്ല. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ എവിടെ? ഈ അടുത്തപ്പോഴാണ്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. മുരുക പറഞ്ഞു കൊടുക്കടാ. അക്ക കണ്ടുപിടിച്ചുട്ടാ. അയാളാണ് ഞാനാണ് അയാൾ. തലവരെ നീങ്ങളാ? വടക്കൻ തലൈവ. എന്റെ പേര് ഫിറോസ്. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി കൊടുക്കരുത്. എന്റെ ഗതികേട് അല്ലാണ്ടെന്ത് പറയാനാ? നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വെച്ചേക്കായിരുന്നു. എടാ, ഇന്ന് കർണാടക പോലീസ് സിറ്റി മുഴുവൻ തിരക്കുന്ന പ്രൊഫസർ ഫെർണാണ്ടസ് കുര്യനല്ല നിന്നെ. സൈഡിലെ കട വിൽക്കുന്നത് വിസ്തരിച്ചത് മതി. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? നീ എന്തിനാണ് കരയുന്നത്? എന്റെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സാറ് ജയിലിലാവൂല്ലോ എന്ന് ഓർത്ത് കരഞ്ഞതാ. ഇത് വന്ന് ഈ ഫോട്ടോ കണ്ടിട്ട് ആളുകൾ ഇങ്ങനെ വന്ന് ചോദിക്കോ അറിയോ, ആളിനെ അറിയാമോ? മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അപ്പൊ ഞാൻ അവരിതൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ ഇത് ഇല്ലീഗലാണ്, ഇങ്ങനെ അനുമതി ഇല്ലാതെ ഫോട്ടോ ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞിട്ട് കേസ് കൊടുക്കണം പിള്ളേച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? നമ്മുടെ ഫോട്ടോ ആണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ ഒരു മോഹൻലാലും മമ്മൂട്ടി റേഞ്ചിൽ എത്തിയത്. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജി. ഒരു കാര്യം തൽക്കാലം ഇത് മതി.